റിപ്പോർട്ടിന്റെ ബിഗ് എക്സ്ക്ലൂസീവ് വാർത്തയിലേക്കാണ് പോകുന്നത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തിയും പിന്തുണച്ചും ഓർത്തഡോക്സ് സഭ മെത്രാപ്പൊലീത്ത ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത. വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രി കാറിൽ കയറ്റിയതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല എന്ന് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത റിപ്പോർട്ടറിനോട് പറഞ്ഞു. സമുദായ ഐക്യം സ്വാഗതാർഹമാണ്, രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണെന്ന് കാണേണ്ടതില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് മൗലികവാദ അടിത്തറയുണ്ട്. ന്യൂനപക്ഷ സമുദായങ്ങളെ ചേർത്ത് പിടിക്കുന്നതാണ് ഇടതുപക്ഷത്തിന്റെ അടിസ്ഥാന പ്രമാണം. ഉമ്മൻചാണ്ടിയെ പോലെ ഉയർത്തിപ്പിടിക്കാൻ ഒരു നേതാവ് ഇപ്പോൾ കോൺഗ്രസിലില്ല. തലയെടുപ്പുള്ള ഒരു നേതാവ് ഇനിയും ഉയർന്നു വരേണ്ടതുണ്ടെന്നും മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത പറഞ്ഞു. 90 വയസ്സുള്ള വെള്ളാപ്പള്ളി ധാരാളം അനുഭവ പശ്ചാത്തലമുള്ള ആളാണ്. കേരളത്തിൻ്റെ സ്പന്ദനങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്ന കുറച്ചു പേരിൽ ഒരാളാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഐക്യം സ്വാഗതാർഹമാണ് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം. സമുദായ ഐക്യത്തിൻ്റെ ഒരു അനിവാര്യത ഇപ്പോഴുണ്ട്, ഈ കാലഘട്ടത്തിലുണ്ടെന്നാണോ? തീർച്ചയായിട്ടും അങ്ങനെയുണ്ട്. അങ്ങനെയാണ് ചരിത്രം നമുക്ക് കാണാനാവുക. നായർ സമുദായം അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അതും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുനരുജ്ജീവനം പോലെ തോന്നും. നായാടി മുതൽ നസ്രാണി വരെ ക്രിസ്ത്യാനി വരെ എന്ന് പറയുന്നതിൽ തീർച്ചയായിട്ടും അത് നായർ സമുദായവും കൂടെ സ്വാഗതം ചെയ്യുമെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ശക്തമായ ഒരു നീക്കമായിരിക്കും എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. SNDP ഒരു ശക്തമായ ഒരു സംഘടനയായി വന്നിട്ടുണ്ട്. ശബ്ദമില്ലാതിരുന്ന ഒരു സമൂഹത്തിന് കൂടെ ശബ്ദമുണ്ടായി എന്നൊരു ചിന്തയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പൊതുവായ കേരള സമൂഹത്തിന് സമുദായങ്ങൾക്ക് ഒരു പുനരുജ്ജീവനം ഉണ്ടാകാനും അവരുടെ ശബ്ദം കുറേ കൂടെ ശക്തമാവാനും അത് സഹായിക്കും. മലപ്പുറവുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തിയ വർഗീയ പരാമർശം, ആ പരാമർശത്തിന് പിന്നാലെയാണ് ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ കാറിലേക്ക് കയറുന്നത്. അപ്പോൾ ആ കാറിൽ കയറിയ വിവാദം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. അതിൽ പ്രതിപക്ഷം ഇപ്പോഴും മുഖ്യമന്ത്രിയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നുമുണ്ട്. ആ ഒരു വിഷയത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? വൃദ്ധരായ ഒരാളെ കാറിൽ കയറ്റി എന്നത് മാത്രം കാണേണ്ടതേ ഉള്ളൂ. അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം ആ കാറിൽ കയറിയത് മാത്രം എന്നെപ്പോലെയുള്ളവർക്ക് അത് രാഷ്ട്രീയ നിറം കൊടുക്കേണ്ട ആവശ്യമുള്ളതായിട്ട് തോന്നുന്നില്ല. വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ കണ്ടപ്പോൾ അവർ രണ്ടുപേരും ഒരേപോലെ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ വിമർശനം ഉയർത്തിയിട്ടുണ്ട്. അതിന് കാരണം പറയുന്നത് സമുദായ സംഘടനകളെ സ്ഥിരമായി ആക്ഷേപിക്കുന്നു എന്ന ഒരു കാരണമാണ്. അതിനൊപ്പം തന്നെ അതിൽ മറ്റൊരു രാഷ്ട്രീയം കൂടി, ജമാഅത്ത് ഇസ്ലാമിയെ ചേർത്ത് നിർത്തിക്കൊണ്ട് വർഗീയത ഉണ്ടാക്കാൻ പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നു. അത് വലിയൊരു വെല്ലുവിളിയാകും, തകർച്ചയ്ക്ക്, കോൺഗ്രസിൻ്റെ തകർച്ചയ്ക്ക് വഴിയൊരുക്കാനും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് കൂടി ഈ രണ്ട് നേതാക്കളും അങ്ങനെ ഒരു മുന്നറിയിപ്പ് കോൺഗ്രസ് നേതൃത്വം നൽകുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി കുറച്ചുകൂടി ഒരു ഫണ്ടമെൻ്റലിസ്റ്റ് ചായ്വ് ഉള്ള അടിത്തറയിൽ അങ്ങനെയുള്ള ഒരു സംഘടനയായിട്ട് ആണ് പൊതുവെ ശരിക്കും വിശകലനം ചെയ്യുമ്പോൾ നമ്മൾ ചെന്നെത്തുക. എക്കാലത്തും ജമാഅത്തെ ഇസ്ലാമിയെ ഒരല്പം അകറ്റിയാണ് നിർത്തിയിരുന്നത്. അതേസമയം തന്നെ മുസ്ലിം സമുദായത്തെ ഒരു പ്രബലമായ ഒരു ന്യൂനപക്ഷ സമൂഹം എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ കരുതിയിട്ടുള്ളത് ഇടതുപക്ഷ പാർട്ടികളല്ലേ ആണെന്നാണ് എൻ്റെ പ്രബലമായ വിശ്വാസം. ഈ ഭരണകാലത്ത് പൊതുവെ ന്യൂനപക്ഷ സമുദായങ്ങൾ എങ്ങനെയാണ്, സംതൃപ്തരാണോ? തീർച്ചയായിട്ടും ന്യൂനപക്ഷ സമുദായങ്ങളെ ചേർത്ത് പിടിക്കണം എന്നുള്ളത് എപ്പോഴും ഒരു അടിസ്ഥാന പ്രമാണമായി സ്വീകരിച്ചിട്ടുള്ളതാണ് ഇടതുപക്ഷ പാർട്ടികൾ. ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ പാർട്ടികളാണ് പറഞ്ഞതുപോലെ എന്നുണ്ടല്ലോ അങ്ങനെ കാണുന്നത് എന്ന്. ഉമ്മൻചാണ്ടിക്കൊക്കെ ശേഷം കോൺഗ്രസിനകത്ത് സഭകൾക്ക് ആശയവിനിമയം നടത്താൻ നല്ല ഒരു നേതാക്കളില്ല എന്ന ഒരു പ്രയാസം തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. K. കരുണാകരനുള്ള സന്ദർഭത്തിൽ അദ്ദേഹത്തോട് ഞങ്ങളുടെ ഓർത്തഡോക്സ് സമൂഹത്തിൽ തന്നെയുള്ള സമുദായത്തിൽ തന്നെയുള്ള മെത്രാപ്പൊലീത്തമാർക്ക്, ബാവാമാർക്ക് അവർ ആത്മബന്ധം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടിയുടെ കാലത്തും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴേ നമ്മൾ നോക്കുമ്പോൾ
തീർച്ചയായിട്ടും വ്യക്തിപരമായ ഇവരോടൊക്കെ സ്നേഹബന്ധങ്ങൾ ഉണ്ട്. പക്ഷെ അങ്ങനെ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉമ്മൻചാണ്ടിയുള്ള കാലത്ത് അദ്ദേഹത്തെ, കരുണാകരനുള്ള സമയത്ത് കെ കരുണാകരനെ. അപ്പോൾ അങ്ങനെ പറയാനും വേണ്ടിയിട്ടുള്ള തലയെടുപ്പിലേക്ക് ഇനിയും വരേണ്ടതുണ്ടെന്നാണ് എൻ്റെ എന്നല്ല പൊതുവായ ക്രിസ്തീയ സമുദായത്തിലുള്ളവരുടെ ഒരു വിലയിരുത്തൽ. ആർ റോഷിപ്പാലും ടി വി പ്രസാദും സജോ ദേവസിയും വി എസ് രഞ്ജിത്തുമാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. നമുക്ക് ആദ്യം റോഷിപ്പാലിലേക്ക് പോകാം. റോഷിപ്പാലാണ് എക്സ്ക്ലൂസീവായി ഓർത്തഡോക്സ് സഭയുടെ മെത്രാപ്പൊലീത്തയുടെ പ്രതികരണം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. നോക്കൂ റോഷിപ്പാൽ, നായാടി മുതൽ നസ്രാണി വരെ സമുദായ ഐക്യത്തിനായി കാഹളം മുഴക്കിയിരിക്കുകയാണ് SNDP യോഗവും NSSും. ഇപ്പോഴിതാ അതിനെ സ്വാഗതം ചെയ്യുന്നുണ്ട്, വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തുന്നുമുണ്ട് മെത്രാപ്പൊലീത്തയായ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ്. വിനീത, വെള്ളാപ്പള്ളി നടേശൻ ഈ സമുദായ ഐക്യത്തിന്റെ കാഹളം മുഴക്കിയപ്പോൾ തൊട്ടുപിന്നാലെ ജി സുകുമാരൻ നായർ അതിനനുകൂലമായ പ്രതികരണം നിലപാട് സ്വീകരിച്ചു. തൊട്ടുപിന്നാലെ ആദ്യം പ്രതികരിക്കുന്ന ക്രൈസ്തവ സഭാ പ്രതിനിധി കൂടിയാണ് ഓർത്തഡോക്സ് സഭയുടെ തിരുവനന്തപുരം ഭദ്രാസനയുടെ മുൻ അധിപനായിരുന്ന മെത്രോപൊലിത്ത ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ്. അദ്ദേഹം കൃത്യമായി ഈ കാര്യത്തിൽ നിലപാട് പറയുന്നു. എന്തുകൊണ്ട് സമുദായ ഐക്യം വേണം? നേരത്തെ NSSുമായി ആത്മബന്ധമുണ്ടായിരുന്നു ഓർത്തഡോക്സ് എന്ന കാര്യം കൂടി മന്നത്തു പത്മനാഭന്റെ കാലത്തുള്ള ആ ഓർമ്മകൾ കൂടി പങ്കുവെക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഒരു സമുദായ ഐക്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സമുദായത്തിന് നല്ലതാണ്, കേരള സമൂഹത്തിന് നല്ലതാണ് എന്ന നിലപാടാണ് അവിടെ കൃത്യമായി പറയുന്നത്. അതിനൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശന്റെ നിലപാടിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു. വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാറിൽ കയറ്റിയ വിവാദത്തിൽ അത് വിവാദമാക്കേണ്ടതില്ല, അങ്ങനെ ഒരു രാഷ്ട്രീയ വിവാദമായി ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്ന നിലപാടാണ് മെത്രോപൊലിത്തയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതേസമയം തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ കൃത്യമായി സംരക്ഷിക്കുന്ന നിലപാട് LDF സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്ന് കൂടി പറയുന്നുണ്ട്. LDF സർക്കാരിനെ പിന്തുണച്ചുകൊണ്ട് അതേസമയം വെള്ളാപ്പള്ളി നടേശനെയും പിന്തുണയ്ക്കുന്ന നിലപാടാണ് മെത്രോപൊലിത്തയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ജമാഅത്ത് ഇസ്ലാമി മൗലികവാദികളാണ് എന്നുകൂടി പറയുന്നുണ്ട്. ജമാഅത്ത് ഇസ്ലാമി ഇടതുപക്ഷം എല്ലാ കാലത്തും മാറ്റി നിർത്തിയ ചരിത്രം കൂടി പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പിൽ ഇവരുടെയൊക്കെ നിലപാട് എന്തായിരിക്കുമെന്നതിൻ്റെ സൂചന കൂടിയായി ഈ പ്രതികരണത്തെ കാണേണ്ടി വരും. ഏതായാലും സമുദായ ഐക്യം സംസ്ഥാനത്ത് രൂപപ്പെടുന്നതിൻ്റെ സൂചന. പക്ഷേ കോൺഗ്രസ് നേതാക്കൾ തന്നെ അത് നല്ലതാണ്, അത് രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫും അടക്കമുള്ള കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളൊക്കെ സംസ്ഥാനത്ത് ഒരു സാമുദായിക ഐക്യം രൂപപ്പെടുന്നത് നല്ലതാണ്, അത് സ്വാഗതാർഹമാണ് എന്ന നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. അതേസമയം തന്നെ വെള്ളാപ്പള്ളി നടേശൻ ഈ കാര്യത്തിൽ പ്രതിപക്ഷത്തെ UDFനെ ലക്ഷ്യമിട്ട് ഉയർത്തുന്ന രൂക്ഷമായ വിമർശനങ്ങൾ, ആ വിമർശനങ്ങൾ ഉയർത്തുമ്പോൾ തന്നെ ഇപ്പോൾ ആദ്യം ഓർത്തഡോക്സ് സഭയുടെ ഒരു പ്രതിനിധി ഈ കാര്യത്തിൽ ഇങ്ങനെ ഒരു പ്രതികരണം, വെള്ളാപ്പള്ളിയെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നു. ഇനി മറ്റ് പ്രതിനിധികളൊക്കെ, മറ്റ് സഭാപ്രതിനിധികളുടെയൊക്കെ നിലപാട് എന്താണെന്നത് ഏറ്റവും ശ്രദ്ധേയമാകും. തെരഞ്ഞെടുപ്പിന് 2 മാസം മാത്രമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിലേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കടക്കുന്ന ഘട്ടമാണ്. ആ ഘട്ടത്തിലാണ് ഇത്തരമൊരു ചർച്ച, സാമുദായികമായ ചർച്ച, മതപരമായ ചർച്ച, വർഗീയപരമായ വാദപ്രതിവാദങ്ങളിലേക്കൊക്കെ കേരള രാഷ്ട്രീയം കടന്നു പോകുന്നത്.